SIR കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരുടെ പേര് ചേർക്കുന്നതിനായി ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവ്. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ഹെൽപ്പ് ഡെസ്കുകളിൽ 2 ഉദ്യോഗസ്ഥരെ താൽക്കാലിക ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ ചുമതലപ്പെടുത്തണം. സഫ്വാൻ VP ആണ് ചേരുന്നത്. സഫ്വാൻ, ഈ ഹെൽപ്പ് ഡെസ്കുകൾ എന്നു മുതലാണ് നിലവിൽ വരിക? എന്തൊക്കെയാണ് അതിന്റെ ഒരു ഘടന? നൗഫൽ, ഈ ഹിയറിംഗുമായി ബന്ധപ്പെട്ട് BLOമാർക്ക് അടക്കം ആശയക്കുഴപ്പം ഉണ്ടായ സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെടൽ. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരുടെ അടക്കം പേര് ചേർക്കുന്നതിനാണ് ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവായി നൽകിയിട്ടിരിക്കുന്നത്. വില്ലേജ് ഓഫീസുകളിൽ സൗകര്യമില്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള കെട്ടിടങ്ങളിൽ സൗകര്യം ഒരുക്കണമെന്നാണ് നിർദ്ദേശം. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ഹിയറിംഗുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം ലഭ്യമാക്കണം എന്നാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നത്. പിന്നാക്ക വിഭാഗങ്ങളിൽ സഹായം നൽകുന്നതിന് അംഗനവാടി, ആശ, കുടുംബശ്രീ പ്രവർത്തകരുടെ സേവനം ഉപയോഗിക്കാം. അധിക ജീവനക്കാരെ ആവശ്യമുണ്ടെങ്കിൽ ഇതര വകുപ്പുകളിൽ നിന്ന് ജീവനക്കാരെ നിയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ ഹിയറിംഗുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ അല്പം മുമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഒരു വ്യക്തത നൽകിയതിന് പിന്നാലെയാണ് ഈ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവ് നൽകുന്നത്. ഹിയറിംഗ് നടപടിക്രമങ്ങൾ അതത് പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ERമാരാണ്, അതത് മേഖലയിലെ ERമാരാണ് ഹിയറിംഗുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ തീരുമാനിക്കുക. അതനുസരിച്ചായിരിക്കും നാളെ മുതൽ ഓരോ പ്രദേശത്തിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കുക എന്ന് അല്പം മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരുന്നു. ഇതിനിടയിലാണ് സർക്കാരിന്റെ കൂടി ഒരു ഉത്തരവ് വരുന്നത്. ഇത്തരത്തിൽ SIRമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ പൊതുജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് സർക്കാർ നിയോഗിച്ചു. സർക്കാർ തലത്തിൽ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങുകയാണ്. SIRന്റെ ആളുകൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും അതോടൊപ്പം നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി. സഫ്വാൻ VP ആണ് വിവരങ്ങൾ നൽകിയത്.